കയ്യേറ്റത്തെ തുടർന്ന് മൂന്നാറിൽ തകർത്ത കുരിശ് സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടേതാണ്. എന്നാൽ കുരിശ് സ്ഥാപിച്ച സ്ഥലം തങ്ങളുടെ സ്വന്തമല്ലെന്നും ഇത് 80 വർഷം മുൻപ് മുതൽ ഇവിടെ ഉള്ളതായിരുന്നുവെന്നും ഇവർ പറയുന്നു. ക്രിസ്തീയ രീതികളെയും വിശ്വാസ പാരമ്പര്യത്തെയും വെല്ലുവിളിച്ച് മുന്നേറിയ സ്പിരിറ്റ് ഇൻ ജീസസ് എന്ന സംഘടനയുടെ വളർച്ച വളരെ വേഗത്തിലായിരുന്നു. ആദ്യകാലങ്ങളിലെ പ്രവർത്തനങ്ങൾ ക്രിസ്തീയ സഭയോടൊത്തായിരുന്നു. എങ്കിലും വിശുദ്ധ ഗ്രന്ഥത്തിനും സഭാ പാരമ്പര്യത്തിനും ഇണങ്ങാത്ത പ്രബോധനങ്ങൾ സംഘടനയിൽ നിന്ന് ഉണ്ടായതോടെ സഭ ഇവരുടെ പ്രവർത്തനങ്ങളെ നിരീക്ഷിക്കാൻ തുടങ്ങി. ഇവരുമായി സഭ അനുരഞ്ജന ചർച്ചയ്ക്ക് ശ്രമിച്ചുവെങ്കിലും കാര്യമായ ഫലം കണ്ടില്ല. പതിയെ കേരളത്തിലെ എല്ലാ രൂപതയിലേക്കും ഇവരുടെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയായിരുന്നു. അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങളെല്ലാം പരാജയപ്പെട്ടതിനെ തുടർന്ന് സഭ സ്പിരിറ്റ് ഇൻ ജീസസിനെ ഒഴിവാക്കി. 1988 ഇടുക്കി സൂര്യനെല്ലിയിൽ ആരംഭിച്ച പ്രസ്ഥാനത്തിന്റെ സൃഷ്ടാവ് ടോം സഖറിയ ആയിരുന്നു. യേശുവിന്റെ ആത്മാവെന്ന് അർത്ഥം വരുന്ന സംഘടനയുടെ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനെ സ്വീകരിച്ചവരാണ് തങ്ങൾ എന്ന് ഇവർ അവകാശപ്പെടുന്നു. ദിവംഗതനായ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയെയാണ് ഇവർ തങ്ങളുടെ സ്വർഗീയ മധ്യസ്ഥനായി സ്വീകരിച്ചിരിക്കുന്നത്. വിശുദ്ധ കുർബാനയ്ക്കും പരിശുദ്ധ കന്യാമറിയത്തിനും ഇവരുടെ വിശ്വാസത്തിൽ വളരെയേറെ പ്രാധാന്യം നൽകുന്നു. 1988 സൂര്യനെല്ലിയിൽ തുടങ്ങിയ സംഘടന 1997 സമാഗമ കൂടാരം എന്ന പേരിൽ ഒരു പ്രാർത്ഥനാലയം സ്ഥാപിച്ചു. 1998 ഇതാ നിന്റെ അമ്മ എന്ന പേരിൽ പ്രസിദ്ധീകരണം പുറത്തിറക്കി. കത്തോലിക്ക സഭയുടെ പഠനങ്ങൾക്കെതിരെയും പുരോഹിതർക്കെതിരെയും നിരവധി ലേഖനങ്ങൾ ഇതിൽ വന്നു. 2000 ഇവർ പ്രവർത്തന കേന്ദ്രം തൃശ്ശൂരിലേക്ക് മാറ്റി. തുടർന്ന് മരിയം കൂടാരം എന്ന പേരിൽ ധ്യാന കേന്ദ്രവും പ്രാർത്ഥനാലയവും സ്ഥാപിച്ചു. 2008 ഈ കേന്ദ്രം ചിയ്യാരത്തേക്ക് മാറ്റി. ബാംഗ്ലൂർ, വേളാങ്കണ്ണി, ചെന്നൈ, ഡൽഹി, മുംബൈ തുടങ്ങിയ ഇടങ്ങളിൽ ഇവരുടെ കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്നു. ആരംഭകനായ ടോം സഖറിയ തന്നെയാണ് കഴിഞ്ഞ 20 വർഷമായി സംഘടനയുടെ ചുമതല വഹിക്കുന്നത്. 1996 സംഘടനയിലെത്തിയ സിന്ധു തോമസ് എന്ന യുവതി 2003 മാർച്ച് മുതൽ കർത്താവ് ഇറങ്ങി വന്ന് 24 മണിക്കൂർ വിട്ടുപിരിയാത്തവളായെന്ന് സ്വയം വിശേഷിപ്പിക്കുന്നു. തുടർന്ന് ഇവരെ സ്വർഗത്തിലെ മുത്ത് എന്നാണ് വിളിച്ചിരുന്നത്. ഈ സംഘടനയിൽ ഉള്ളവർക്ക് മരിച്ചുപോയ ആത്മാക്കളുമായി സംസാരിക്കാൻ കഴിവുണ്ട് എന്നും അവകാശപ്പെടുന്നു. ശാപമേറ്റ പൂർവികരുടെ ആത്മാക്കൾ മോക്ഷം കിട്ടാതെ അലയുന്നതിനാൽ അവരെ രക്ഷിച്ച് മോചനം നൽകിയാൽ മാത്രമേ ഇന്നത്തെ മനുഷ്യരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ലഭിക്കുകയുള്ളൂ എന്നും ഇവർ അവകാശപ്പെടുന്നു. സൂര്യന്റെ സവിശേഷ പ്രകാശം ലഭിക്കുന്ന കുരിശ് മൂന്നാറിലുണ്ട് എന്ന് പറഞ്ഞ് അന്യസംസ്ഥാനങ്ങളിൽ നിന്നുവരെ ഭക്തരെ ഇവർ മൂന്നാറിൽ എത്തിച്ചിരുന്നു. സ്പെഷ്യൽ ഡെസ്ക് മംഗളം ഓൺലൈൻ.